അനാലിസിസ് ഓഫ് എൻഫയർ അറേ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഫേസ് ഡിഫറൻസ്, ടോട്ടൽ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുത്തു. നേരത്തെ പോലെ തന്നെയാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. പക്ഷെ എന്താ, ഓരോ ഇതിനകത്ത് ഔട്ട് ഓഫ് ഫേസ് ആയത് കാരണം ആൽഫയുടെ വാല്യൂ എന്താ ഒരിക്കലും 0 ആയിരിക്കും. ബ്രോഡ് സൈഡ് അറേയുടെ കേസിൽ അത് 0 ആയിട്ടായിരുന്നു നമ്മൾ എടുത്തേക്കുന്നത്. അതായത് ഫേസ് ഡിഫറൻസ് ഉണ്ട്, അഡ്ജസന്റ് സോഴ്സസുകൾ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ സൈ 0 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ഫേസ് ഡിഫറൻസ് എന്താ, സൈസ് ഈക്വൽ ടു എന്നല്ലേ പറയാം. അപ്പൊ സൈ 0 ആയത് കാരണം 0 ഈസ് ഈക്വൽ ടു ബീറ്റ ഡി കോസ് തീറ്റ പ്ലസ് ആൽഫ. നമുക്കിവിടെ എന്താ മാക്സിമം റേഡിയേഷൻ നമ്മൾ എടുക്കണം. മാക്സിമം റേഡിയേഷൻ എടുക്കുമ്പോൾ കോസിന്റെ 0 ഡിഗ്രിക്കാണ് മാക്സിമം വാല്യൂ 1 നമുക്ക് കിട്ടുക. സോ നമുക്ക് തീറ്റയുടെ വാല്യൂ നമുക്ക് 0 ഡിഗ്രി എടുക്കാം. അപ്പൊ ബീറ്റ ഡി കോസ് 0 പ്ലസ് ആൽഫ. കോസ് 0 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1 ആണ്. കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ നമുക്ക് ഈ ടൈം എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് പോകുന്നു. ബീറ്റ ഡി ആൽഫ, ആൽഫയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല. സോ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ബീറ്റ ഡി എന്ന് എടുക്കാം. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും, ബീറ്റ ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ എന്ന് കൊടുത്തു. അതുപോലെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാംഡ ബൈ 2 എന്ന് എടുത്തു. അപ്പൊ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞാൽ ലാംഡ മൈനസ് പൈ എന്ന് കിട്ടും. ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് മൈനസ് പൈ എന്നാണ് നമുക്കിവിടെ കിട്ടുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബ്രോഡ് സൈഡ് അറേയുടെ കേസ് ചെയ്തതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് പാറ്റേൺ മാക്സിമം ഓഫ് മേജർ ലോബ് കണ്ടുപിടിക്കണം. ഡയറക്ഷൻ ഓഫ് പാറ്റേൺ മാക്സിമം ഫോർ മൈനർ ലോബ് കണ്ടുപിടിക്കണം. ഡയറക്ഷൻ ഓഫ് പാറ്റേൺ മിനിമം ഓഫ് മൈനർ ലോബ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിവിടെ അറിയാം, നമ്മൾ പറഞ്ഞായിരുന്നു അറേ ആക്സിസ് എലോങ് ദി മാക്സിമം ഡയറക്ഷൻ എലോങ് ദി അറേ ആക്സിസ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ നമുക്കറിയാം ഇതിന്റെ മാക്സിമം ഡയറക്ഷൻ എങ്ങനെ വരും, 0 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലേ വരത്തുള്ളൂ. അതായത് തീറ്റ മാക്സ് മറ്റേ മേജർ ലോബ്, ഇതാണ് മേജർ ലോബിന്റെ മാക്സിമം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരത്തുള്ളൂ, 0 ഡിഗ്രിയിൽ അല്ലെങ്കിൽ 180 ഡിഗ്രിയിലാണ് വരുന്നത്. ഇതാണ് നമ്മളുടെ ഡയറക്ഷൻ, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ മൈനർ ലോബ്സിന്റെ എന്താ മാക്സിമം ഡയറക്ഷൻ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത്. നേരത്തെ പോലെ തന്നെ ഇ ടി മാക്സ് എൻ ഐസോട്രോപിക് സോഴ്സിന്റെ ഇക്വേഷൻ ആണ് ഇ ടി ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു സൈൻ എൻ സൈ ബൈ 2 ഡിവൈഡ് ബൈ സൈ ബൈ 2. ബ്രോഡ് സൈഡിൽ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ആകുമ്പോൾ എന്തായിരിക്കും, ന്യൂമറേറ്റർ വാല്യൂ ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കും. അവിടെ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, സൈൻ വേഴ്സോ സൈയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുവാണ് ചെയ്തത്. സൈയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് സൈ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2n+1 ഇൻറ്റു പൈ ബൈ എൻ എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. അപ്പൊ നമുക്കിവിടെ എന്താ സൈ ആണ് കിട്ടിയത്. സൈ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെയുള്ള ബീറ്റ ഡി കോസ് തീറ്റ പ്ലസ് ആൽഫ എന്നുള്ള ഇക്വേഷനകത്തോട്ട് ഈ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് സൈയുടെ വാല്യൂ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ചെയ്യാൻ പോവാണ്. സൈ ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൈസ് ഈക്വൽ ടു ബീറ്റ ഡി കോസ് തീറ്റ മാക്സിമം ഓഫ് മൈനർ ലോബ്. ഈ മിന്ന് വെച്ചിരിക്കുന്ന മൈനർ എന്നാണ്, മൈനർ ലോബ് മൈനസ് ആൽഫയാ വരുന്നത്. അപ്പൊ ഈ ആൽഫയുടെ പ്ലേസ് നമുക്ക് എന്ത്, ഇവിടെ ആൽഫയുടെ പ്ലേസ് നമുക്ക് എന്ത് വാല്യൂ കൊടുക്കും, മൈനസ് ബീറ്റ ഡി വേറൊരു വാല്യൂ ആണ്, ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് പൈ എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ബീറ്റ ഡി എന്നുള്ള വാല്യൂ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കാം പ്ലസ് ഓർ മൈനസ് 2n+1 ഇൻറ്റു പൈ ഡിവൈഡ് ബൈ എൻ. ഇവിടെയും ബീറ്റ ഡി ഉണ്ട്, ഇവിടെയും ബീറ്റ ഡി ഉണ്ട്. ബീറ്റ ഡി എടുത്ത് നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബീറ്റ ഡി ഇൻറ്റു, അപ്പൊ നമുക്ക് അത് എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരും, ബീറ്റ ഡി കോമൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോസ് തീറ്റ മാക്സ് ഇൻറ്റു മൈനർ ലോബ് -1 ഇങ്ങനെയല്ലേ വരിക. മൈനർ ലോബ് ദാറ്റ്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2n+1 ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ എൻ എന്ന് കിട്ടും. അപ്പൊ ഇതിനകത്ത് ബീറ്റ ഡി എന്ത് ചെയ്യണം, ബീറ്റ ഡി നമുക്ക് നേരെ ഇതിന്റെ ഡിനോമിനേറ്ററിലേക്ക് കൊടുക്കാം. അതാണ് ഈ കേസ് കണ്ടിരിക്കുന്നത്. എൻ ബീറ്റ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടി. കോസ് തീറ്റ മാക്സ് ഓഫ് മിനിമം. നമുക്ക് എന്താ ഇനി ഇതിന് -1 ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് +1 ആകും. തീറ്റ മാക്സ് മിനിമം എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ്, അതാണ് നമുക്ക് ഇവിടെ എഴുതുക, കോസ് ഇൻവേഴ്സ് ഓഫ് പ്ലസ് ഓർ മൈനസ് 2n+1 പൈ ഡിവൈഡ് ബൈ എൻ ബീറ്റ ഡി +1 എന്നാണ് കിട്ടുക. നമ്മൾ ഇനിയിപ്പം നേരത്തെ ബ്രോഡ് സൈഡ് അറേയുടെ കേസിൽ നമ്മളൊരു ഇക്വേഷൻ വെച്ചല്ലേ, ഇക്വേഷൻ അല്ല ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ ചെയ്തത്. അതിനകത്ത് എന്നിന്റെ വാല്യൂ നമ്മൾ 4 ഐസോട്രോപിക് സോഴ്സിൽ എടുത്ത് n is equal to 4, ക്യാപിറ്റൽ N is equal to 1. ഡിസ്റ്റൻസ് നമ്മൾ എടുത്തേക്കാൻ λ/2 എന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് എടുത്തേക്കുന്നത്. ഇപ്പൊ നമുക്ക് ചെയ്ത് കിട്ടി എൻഫയർ അറേയുടെ കേസിൽ ആൽഫ is equal to -π ആണ് കിട്ടി. നമുക്കറിയാം ബീറ്റ എന്ന് പറയുന്നത് 2π/λ ആണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ നമുക്ക് തീറ്റ മാക്സ് മൈനർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ മെയിൻ ഇക്വേഷൻ ഇതാണ്. അപ്പൊ അതിനകത്ത് എന്നിന്റെ പ്ലേസിൽ എന്ത് വാല്യൂ കൊടുക്കാം, എന്നിന്റെ പ്ലേസിൽ 1 എന്ന് കൊടുക്കാം. അതുപോലെ സ്മോൾ ലെറ്റർ n ബീറ്റ ഡി ഇതിന്റെ പ്ലേസിലെല്ലാം വാല്യൂ കൊടുത്താൽ നമുക്ക് കിട്ടുന്നുണ്ട് കോസ് ഇൻവേഴ്സ് ഓഫ് 3/4 + 1. അപ്പൊ കോസ് ഇൻവേഴ്സ് ഓഫ് 7/4 1/4 കിട്ടും. 7/4 നമ്മൾ എടുക്കത്തില്ല, കാരണം ഇതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്, ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇത് എക്സിസ്റ്റ് ചെയ്യത്തില്ല.
ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് എടുക്കത്തില്ല. ഇത് മാത്രം നമ്മൾ എഴുതി വെച്ചാൽ ഏതാ 1/4 എന്നുള്ള വാല്യൂ കോസ് ഇൻവേഴ്സ് ഓഫ് 1/4. കോസ് ഇൻവേഴ്സ് ഓഫ് 1/4 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂ കിട്ടാൻ ±75.5 ഡിഗ്രി. ഇനി നമുക്ക് എന്താ അടുത്ത് ഇനി വേറെ എവിടെയെങ്കിലും നമുക്ക് ഇനിയിപ്പം മിനിമം വാല്യൂ ഉണ്ടോ എന്ന് നോക്കണം. മിനിമം വാല്യൂ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്ക് n=2 എന്നുള്ള വാല്യൂ കൊടുക്കാം. n=2 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷനകത്ത് നമുക്ക് ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടിയേക്കുന്നത് തീറ്റ മാക്സ് മൈനർ എന്നാണ് കിട്ടുന്നത്. തീറ്റ മാക്സ് മൈനർ എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ് ±2n+1 ഡിവൈഡഡ് ബൈ n ബീറ്റ ഡി ഇൻറ്റു പൈ +1 എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ എന്നിന്റെ പ്ലേസ് നമുക്ക് എന്താ 2 എന്നുള്ള വാല്യൂ കൊടുക്കാം. സെയിം കോസ് ഇൻവേഴ്സ് ±2 × 2 +1 ഡിവൈഡഡ് ബൈ ഇവിടെ n 4 ആണ്, ഇവിടെ 2π/λ വരും, ഇവിടെ λ/2 വരും, +1 എന്ന് കിട്ടും. അപ്പം നമുക്കിവിടെ എടുക്കുമ്പോഴത്തേക്ക് λ ക്യാൻസലായി, 2 ക്യാൻസലായി. അതുപോലെ തന്നെ ഇതാണ് 4 + 1 5/4 നമുക്കിവിടെ കിട്ടുക. ±1ന്റെ കേസാണ്. അപ്പം +1 കൊണ്ട് -1 ആണ് നമുക്കിവിടെ കിട്ടുക. നമ്മളവിടെ 5/4 എന്നുള്ള വാല്യൂസ് എടുക്കത്തില്ല. നമ്മളിവിടെ എടുക്കുന്ന -1/4 എന്നുള്ള വാല്യൂസ് മാത്രമേ നമ്മളിവിടെ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് -1/4 എന്നാണ് കിട്ടുക. അപ്പോൾ ആ ഒരു വാല്യൂ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾ ഏത് വരും +±104.5 ഡിഗ്രി എന്നാണ് നമുക്കിവിടെ കിട്ടുക. അപ്പൊ ഈ രണ്ടെണ്ണം ഇപ്പൊ നമുക്ക് കിട്ടിയ തീറ്റ മാക്സ് മൈനർ 1 നമുക്ക് -1 എന്ന് കൊടുക്കാം. അത് കിട്ടിയേക്കുന്നത് ±75.5 ഡിഗ്രിയിലും -2 എന്ന് കൊടുത്തേക്കുന്നത് ±104.5 ഡിഗ്രിയിലുമാണ്. അപ്പൊ നമുക്കിപ്പോ എല്ലാ റേഡിയേഷനും കിട്ടി. ഇപ്പൊ നമുക്ക് മൈനർ ലോബിന്റെ റേഡിയേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ പറയാം. അപ്പൊ മൈനർ ലോബിന് മാക്സിമത്തിലേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഇനി ഇതിന്റെ മിനിമം നമുക്കിവിടെ കിട്ടാൻ വേണ്ടി, അതായത് മിനിമം റേഡിയേഷൻ ഓഫ് മൈനർ ലോബാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പോലെ ഇതെന്താ n ഐസോട്രോപിക് പോയിന്റ് സോഴ്സസിന്റെ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ നമുക്കറിയാം ഈ വാല്യൂ നമ്മൾ മിനിമം ആയത് കാരണം ഇതിനെ നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോലെ സൈയുടെ വാല്യൂ കിട്ടും. സൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന സൈയുടെ ഫേസ് ഷിഫ്റ്റ് ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബീറ്റ ഡി കോസ് മിനിമം ഓഫ് മൈനർ പ്ലസ് ആൽഫ ±2π/n ഡിവൈഡ് ബൈ n. ആൽഫയുടെ കേസ് നമുക്ക് വാല്യൂസ് അറിയാം. ആൽഫയുടെ കേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ -π ആയിട്ട് നമുക്ക് കൊടുക്കാം. അതിന് മുമ്പ് ഈ പ്ലേസ് നമുക്ക് എന്താ ബീറ്റ ഡി എന്നുള്ള വാല്യൂ കൊടുക്കാം. ബീറ്റ ഡി എന്ന് കൊടുക്കും. ബീറ്റ ഡി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ബീറ്റ ഡി എന്നെയാണ്. ഇതിന് അടുത്ത സ്റ്റെപ്പിൽ ബീറ്റ ഡി എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബീറ്റ ഡി എന്നുള്ള വാല്യൂ എടുത്ത് കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്.